കറക്റ്റ് ഒരു വണ്ടി വന്നപ്പോ പുള്ളി പുള്ളി ബൗ ബൗസ് അവിടെ നല്ലത്. നമ്മുടെ കുട്ടാവിക്ക് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഈ വീഡിയോയിൽ കുറച്ച് ക്ലാരിറ്റി കുറവും അതുപോലെ കുറച്ച് ഷേക്കിംഗ് ഒക്കെ കുറച്ച് കൂടുതലാണ്. വീഡിയോ എടുക്കാൻ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ അപ്പം അവൾ കീന്നാക്കും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുതുമലൈ ടൈഗർ റിസർവിലൂടെയാണ്. ബന്ദിപ്പൂർ കഴിഞ്ഞിട്ടാണ് മുതുമലൈ ടൈഗർ റിസർവിൻ്റെ എൻട്രി. മുതുമലൈ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് മസനഗുഡി പോകാൻ. ഇപ്പോൾ നമ്മൾ മസനഗുഡി ഓൾമോസ്റ്റ് എത്തി. ഇന്ന് രാത്രി നമ്മളിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ മസനഗുഡി വഴി ഊട്ടി കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു ഹോം സ്റ്റേയിലേക്കുള്ള റൂട്ടാണ്. ഇവിടെയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്നിട്ട് ഇന്ന് രാത്രി കഴിഞ്ഞ് സ്പെൻഡ് ചെയ്തിട്ട് മസനഗുഡി എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ നാളെ എവിടെയാണ് ഗുണ്ടൽപേട്ട് ഒക്കെ കണ്ട് തിരിച്ചു പോകുന്നതായിരിക്കും. ഇതിപ്പോൾ സെക്കൻഡ് ഡേ മോർണിംഗ് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഹോം സ്റ്റേന്ന് നമ്മൾ ജസ്റ്റ് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ മസനഗുഡി വഴി ഊട്ടി നമ്മളെല്ലാവരും ഇൻസ്റ്റഗ്രാമിൽ കണ്ട് ഫേമസ് ആയിട്ടുള്ള റൂട്ടിലൂടെ പോകണം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റോഡും ഫുൾ ഫോറസ്റ്റാണ്. നമ്മൾ ഫോറസ്റ്റിൻ്റെ അകത്തുകൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ 50 km/h കൂടുതൽ സ്പീഡിൽ ഇവിടെ വണ്ടി ഓടിക്കാൻ പാടില്ല. കാരണം ഡീർ അതുപോലെ തന്നെ വൈൽഡ് അനിമൽസൊക്കെ റോഡ് ക്രോസ് ചെയ്യുന്നതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഇതിപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലെ നല്ല രണ്ട് സൈഡിലും നല്ല മരങ്ങളൊക്കെ ആയിട്ട് പച്ചപ്പൊക്കെ ആയി അതുപോലെ ഊട്ടിയുടെ മലനിരകളൊക്കെ നമുക്ക് കണ്ട് ഇങ്ങനെ മെല്ലെ വണ്ടി ഓടിച്ച് പോകുന്ന നല്ലൊരു റോഡാണ് ഈ മസനഗുഡി വഴി ഊട്ടി. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, പക്ഷെ അധികം കാര്യമായിട്ട് മഴ പെയ്യുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ചൂടും നല്ല കുറവാണ്. നല്ല തണുത്ത ഒരു അന്തരീക്ഷമാണ്. ഇപ്പോൾ കണ്ടാൽ അറിയാം. ഇപ്പോൾ ഈ കുന്നിൻ്റെ മുകളിലൊക്കെ നല്ല മഞ്ഞൊക്കെ മൂടി കോടയൊക്കെ നിറഞ്ഞ് ഓൾമോസ്റ്റ് ആ കുന്നിൻ്റെ പകുതി വരെയും അത് മൂടിയിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഈ കുന്ന് ഈ മല ചുരം കയറിയിട്ടാണ് നമുക്ക് ഊട്ടിയിലേക്ക് എത്താൻ പറ്റുക. അപ്പോൾ നമ്മൾ ചുരം കയറി ഊട്ടി പോകുന്നില്ല, കാരണം നമ്മൾ ഊട്ടി കണ്ടതാണ്. നമുക്ക് ഈ വഴിയുടെ ഭംഗി കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജസ്റ്റ് റൈഡ് പോലെ വന്നതാണ് ഇങ്ങോട്ട്. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ ഈ സെയിം റൂട്ടിലൂടെ തന്നെ നമ്മൾ തിരിച്ച് പോയി അങ്ങനെയാണ് നമ്മൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകുന്നത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മോയർ ഡാം മസനഗുഡിയിലുള്ള ഒരു ചെറിയൊരു ഡാമാണ് മോയർ ഡാം. അതും കാടിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്രയാണ്. സോ നമുക്ക് ഈ കാണുന്ന പോലെ തന്നെ നല്ല രസമില്ല കാണാൻ. അങ്ങനെ ഒരുപാട് വൈൽഡ് അനിമൽസ് ഞങ്ങൾ ഈ വഴിയിൽ കണ്ടിരുന്നു. മോയർ ഡാം എന്നുള്ള ലൊക്കേഷൻ ഇട്ടപ്പോൾ വന്നതാണ് ഞങ്ങൾ. ഇവിടെ ചെറിയൊരു ചെക്ക് ഡാം പോലത്തെ ഉണ്ട്. ഇവിടെ കുറേ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. പക്ഷേ റൂട്ട് അടിപൊളിയായിരുന്നു. നല്ല കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള റൂട്ട് തന്നെയാണ് മോയർ ഡാമിലേക്ക്. ഞങ്ങൾക്ക് കരടീനെ കാണാൻ പറ്റി, മാൻ റോഡ് ക്രോസ് ചെയ്യുന്നത് കാണാൻ പറ്റി, കുരങ്ങന്മാർ റോഡ് ഓടിക്കളിക്കുന്നത് കാണാൻ പറ്റി. റൂട്ട് അടിപൊളിയാണ്. ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഈ ബാക്കിൽ കാണുന്ന ഈ സംഭവങ്ങളുള്ളൂ. നല്ല എൻജോയ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കരടീനെ അങ്ങോട്ട് പോകുമ്പോൾ കരടീനെ കണ്ട സ്ഥലമാണ് ഇപ്പോൾ ഇത്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഇവിടെ ആക്ച്വലി റോട്ടിൽ ജീപ്പ് സഫാരികളുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടി നിന്ന കാരണം കൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ തിരിച്ചു വരുമ്പോഴേക്കും കരടി പോയിട്ടോ. നിങ്ങൾക്ക് ഭാഗ്യമില്ലേ കാണാൻ. അങ്ങനെ പോയിട്ടൊന്നും കാണില്ല. അങ്ങനെ
മുതുമലൈ ടൈഗർ റിസർവിൻ്റെ അകത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഈ തെപ്പേക്കാട് എലിഫൻറ്റ് ക്യാമ്പ്. നമ്മളിവിടെ രാവിലെയും അതുപോലെ തന്നെ ഈവനിങ് ആയിട്ടുള്ള ടൈമിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആനയ്ക്ക് ഫുഡ് കൊടുക്കാനും അവരെ കുളിപ്പിക്കുന്നതും അങ്ങനെയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നെല്ലിക്ക പറക്കാൻ മുതുമലയിൽ വന്ന സ്റ്റെഫി. ഈ ബോബോസാണ്. ബോബോസ് ഇങ്ങനത്തെ ബോബോസിനെ നിനക്ക് കാണാൻ പറ്റുമോ? വീട്ടിൽ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ നീ വീഡിയോ എടുക്കുമ്പോൾ നീ നിനക്ക് അറിയണേ. നമ്മളിപ്പോൾ മുതുമലയൊക്കെ കഴിഞ്ഞ് ബന്ദിപ്പൂർ എത്തി. ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. ഇനി ഇതും കൂടി കടന്നിട്ട് വേണം ഗുണ്ടൽപേട്ട് എത്തി അങ്ങനെ നമുക്ക് ബാംഗ്ലൂർ തിരിച്ചെത്താൻ. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും ഒരു സൈറൻ. അത് ആനകൾ റോട്ടിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റുകാർ ചെയ്തിട്ടുള്ളതാണ് ആ സൈറൻ. ഗുണ്ടൽപേട്ട് ആക്ച്വലി പൂക്കൾക്ക് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് ഇതുള്ളിലൂടെ കടന്നു പോകുമ്പോൾ അതുപോലെ സൂര്യകാന്തിത്തോട്ടങ്ങളും ചെണ്ടുമല്ലിയുടെ അതുപോലെ ജമന്തിയുടെ ഒക്കെ കുറേയധികം പാടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പൂക്കൾ മാത്രമല്ല വെജിറ്റബിൾസ് അതുപോലെ മഞ്ഞൾ അങ്ങനെ ഒരുപാട് കൾട്ടിവേഷൻസും ഫേമസ് ആണ് ഗുണ്ടൽപേട്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.